ഹലോ. ഹലോ, ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പെൻഡൻ ലൈറ്റ്സ് ഇല്ലേ ഇതേപോലെ ഹാ ഹാ. ഇങ്ങനെ കൊടുക്കണോ വേണ്ടിയോ എന്നായിരുന്നു. അവിടുന്ന് ഈ പെൻഡൻ ലൈറ്റ് എങ്ങനെ കണക്ട് ചെയ്തേക്കണത്? ഇത് സീലിംഗിൽ നിന്നായിരിക്കും. അവിടെ സീലിംഗ് ഇല്ലല്ലോ. ഓ, ഈ ഭാഗത്ത് സീലിംഗ് ചെയ്യുന്ന പോർഷൻ ഇല്ലല്ലേ? അവിടെ സീലിംഗ് ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വരുന്നത് ഉണ്ടാകും, ഇതേപോലെ വാൾ ലൈറ്റ് പോലെ ഉള്ളത് ഉണ്ടാകും. അങ്ങനെ അത് കുഴപ്പമുണ്ടാവില്ല. അല്ല, നമുക്ക് ഇവിടെ സീലിംഗ് വരും, കാരണം ഇവിടെ പാത്ത് വന്നില്ലേ അപ്പുറത്ത് മുകളിലേക്ക്, ഈ ഭാഗത്ത് ബാൽക്കണിയിലേക്ക് പോവാൻ അതാ പാസേജ് ഉണ്ടാവില്ലേ? അവിടെ സീലിംഗ് ഉണ്ടോ? നമുക്ക് മുകളിലായിട്ട് ഇതിന്റെ മുകളില് ഇവിടെ ഒരു പാസേജ് ഒരു 120 റൗണ്ടിലായിട്ട് ഇതേ സെയിം ഫ്ലോർ തന്നെയല്ലേ മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെയും ഒരു ഡോറ് ഫസ്റ്റ് ഫ്ലോറിലത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ബെഡ്റൂമിന്റെ സ്റ്റാർട്ടിങ് അല്ലേ ഈ പറയുന്ന ഇവിടെ? അവിടെ ഒരു 120 സെന്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ അവിടെ നമുക്ക് സീലിംഗ് വരും. വരുമോ? അതിന്റെ ഉള്ളിലേക്ക് ആയിരിക്കും ഉണ്ടാവാതിരിക്കുക. എന്നാലേ നമുക്ക് അവിടുത്തെ ബാൽക്കണിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഞാൻ ആ പിക്ചർ ഒന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി ശരി. അവിടെ അങ്ങനെ പെൻഡൻ ലൈറ്റ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതങ്ങ് ഇട്ടോട്ടെ. ഓക്കെ. പിന്നെ വേറെ ഇതിന്റെ മോഡല്, അതായത് ആ ഗണപതിന്റെ ഇതൊക്കെ വെക്കുന്നത് അങ്ങനെയുള്ള മോഡലുകൾ മാത്രമായിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ബോക്സ് വന്നേക്കണ എന്താണ്? അത് ഇതുപോലുള്ളത് ഒരു ഇൻഡസ്ട്രിയൽ മോഡലിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ അതിൽ ഇതേപോലെ നമുക്ക് ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് പോലെ അങ്ങനെ ഉള്ളത് ഉണ്ടാകും, ഓപ്പൺ ആയിട്ടുള്ളത് വരും. പക്ഷെ ഇവിടെ എല്ലായിടത്തും എല്ലാത്തിനും ബേസ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം, അങ്ങനെ ചെയ്യാം. കാരണം ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ സ്റ്റോറേജ് വരുന്നിടത്തേക്ക് ഈ സൈഡിൽ ക്ലോസ്ഡ് ആയിട്ടുണ്ടാകും. പക്ഷെ അത് വൃത്തിയോടൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. അത് നമുക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ രണ്ട് സൈഡ് ഓപ്പൺ ആക്കി ചെയ്യാമല്ലോ. ഇതൊന്ന് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തൊന്ന് തരണേ, എനിക്ക് അങ്ങോട്ട് അത്ര ഇംപ്രസീവ് ആയില്ല ഇത്. അതെ അല്ലേ, ഇത് ഓൾറെഡി ഉള്ളൊരു മോഡലായിരുന്നേ, അപ്പോൾ നമുക്ക് വേറെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കേണ്ടി വരും. വേറെ ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്യും, കാരണം നമ്മൾ 3D ചെയ്യാന്ന് വിചാരിച്ചതിന്റെ മെയിൻ ഉദ്ദേശം നമുക്ക് ഈ പാർട്ടീഷൻ കൺഫ്യൂഷൻ ആയിരുന്നു. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ മോഡലിലാക്കി, അതായത് ഇത് ശരിക്കും ഒരു പൂജാ റൂമിന്റെ ലുക്ക് വേണോ, അങ്ങനത്തെ ഒരു ഇത് വേണോ? നമുക്ക് പൂജയുടെ ഒരു ലുക്ക് വേണമല്ലോ. അതായത് ഇപ്പൊ ബാക്കിലാണെങ്കിലും ഇതേപോലെ തന്നെ കോളം ആയിട്ടേ ഈ സ്റ്റാച്യൂസ് വെക്കണതിന്റെ ബാക്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലോഷർ, എന്തെങ്കിലും ഒരു ക്ലോസിംഗ് പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലുക്ക് ആയിരിക്കില്ലേ? അതായത് ഈ പറയുന്ന നമ്മൾ ഈ മോഡൽസ് വെക്കുന്നതിന്റെ ഇപ്പൊ ആ ഗണപതിനെ വെച്ചേക്കണതിന്റെ ബാക്കിൽ ക്ലോസ്ഡ് ആയിരിക്കണം. ചില ഭാഗങ്ങൾ ഓപ്പൺ ആക്കിയും വെക്കണം, അപ്പൊ നമുക്ക് അപ്പുറത്തെ സൈഡിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ എന്തേലും ഒരു ഇത്. അപ്പൊ നമുക്ക് ആ പോയിന്റഡ് ലൈറ്റ്സ് കൊടുക്കുവാണെങ്കിൽ ആ സ്റ്റാച്യൂലേക്ക് ലൈറ്റ് വരുകയും ചെയ്യും. അങ്ങനെ. പിന്നെ ഉണ്ടല്ലോ സ്റ്റെയർ വരുന്നത്, വീടിന്റെ പണി ഏകദേശം ഇതൊക്കെ കഴിഞ്ഞതല്ലേ, കംപ്ലീറ്റ് ചെയ്തതല്ലേ? അതെ അതെ. ഇങ്ങനെ തന്നെയാണോ വരുന്നത്? ഇങ്ങനെ തന്നെയാ വരുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രൊജക്ഷൻ വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്നോട് പറഞ്ഞില്ലേ നമുക്ക് ഇതിന്റെ ഉള്ളില് പാനലിംഗ് വർക്ക് ചെയ്യുന്ന കാര്യം? അവിടെ പക്ഷേ നമുക്ക് മാം അയച്ചെന്ന മോഡലിലാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 180 അബവ് ഹൈറ്റ് ഉള്ള, അതായത് സാധാരണ 210 ആണല്ലോ സീലിംഗ്, ഐ മീൻ സ്റ്റെപ്പിന്റെ ലാൻഡിങ് വരുന്നത്. അപ്പൊ ആ ഒരു ഹൈറ്റിലൊക്കെ ഉള്ള ഒരു മോഡലാണ് നമുക്ക് തന്നേക്കുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് ഇവിടെ ആകെ 134 വരുന്നുള്ളൂ. അപ്പൊ ഈ ഭാഗത്ത് പാനലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണൂല. അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ചെയ്യാം. അത് മതിയായിരിക്കും, മറ്റത് കാണൂല. അപ്പൊ ഇത് നമുക്ക് ഫുൾ സ്റ്റോറേജ് ആക്കി എടുത്താലോ?
അവിടെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവോ? ഇത് ഇവിടെ സ്റ്റോറേജ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഒക്കെ വെക്കാം, അല്ലെങ്കിൽ ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് നമുക്ക് വേറെ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ. അതേപോലെ എന്നാ അങ്ങനെ തന്നെ വല്ല ചെയ്യാം. എന്തെങ്കിലും സ്ക്രാപ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ നമ്മുടെ ബേ വിൻഡോ വരുന്ന ഭാഗമില്ലേ, അതെങ്ങനെയാണ്, എത്ര ഹൈറ്റിൽ നിന്നാണ് ബേ വിൻഡോ കൊടുത്തേക്കുന്നത്? അയ്യോ, ഇത് ഞാൻ അങ്ങനെ 45, അതായത് നമ്മളിങ്ങനെ ലാൻഡിങ്ങിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 45 ഹൈറ്റ് കൊടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് അങ്ങനെ ചെയ്തത്. വന്നേക്കണത്. ലാൻഡിങ്ങിന്ന് അതെല്ലേ. ഒരു ഹൈറ്റിൽ വന്നിട്ട്, അത് എത്രയാണെന്ന് എനിക്കറിയില്ല, ആ ഒരു ഹൈറ്റ് വന്നിട്ടാണ് എന്തായാലും ഇത് വന്നേക്കണേ, ബേവിന്റെ ഓക്കെ, വന്നേക്കണേ. ഞാനിപ്പോൾ 45 ആണ് കൊടുത്തേക്കുന്നത് ആ കേട്ടോ. ആ ഓക്കെ. പിന്നെ സ്റ്റഡി ഏരിയയിൽ ഇതുപോലുള്ള ഒരു പോർഷൻ മതിയാകുമോ? മതി മതി. ഇത് ഓക്കെ, പക്ഷേ ഇതാകുമ്പോ അല്ല, ഇത് ഫിക്സഡ് മറ്റേതിൽ ആണോ? നമുക്കുണ്ടല്ലോ ഈ മോഡുലാർ ആയിട്ടുള്ളത് എപ്പോഴും അതത്ര ഫിക്സിങ് ഇഷ്യൂസ്, അതുപോലെ തന്നെ അതിന് നട്ട്സും അതെല്ലാം ഇച്ചിരി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടാകും. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഭാഗത്ത് എന്തും വെക്കുകയും ചെയ്യാം, വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഫിക്സഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ ഒരു കൺജസ്റ്റഡ് ഫീൽ വരുമോന്ന് ഇല്ല, അറിയാൻ അത്ര വേണ്ടിട്ടായിരുന്നു. വലിയ പ്രശ്നമില്ല, സ്പേസ് ഉണ്ട്. കുഴപ്പമില്ല അല്ലേ? ഇല്ല ഇല്ല. ആ കാരണം നമുക്ക് ഇവിടെ ഉള്ള ചെയേഴ്സ് ഇതുപോലുള്ള റിവോൾവിംഗ് ആയിട്ടുള്ള ചെയേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ. അപ്പം ഓഫീസ് റൂം പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു പ്രൈവറ്റ് ഏരിയ പോലെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ടേ, ആ ആ മിറർ വെച്ചിട്ടില്ലേ, ആ അതിന്റെ അവിടെ സൈഡിലേക്ക് ഒരു വെന്റിലേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഫുൾ വെന്റിലേഷൻ ഇല്ലല്ലോ ആ റൂമില്. ഓ, വേറെ വെന്റിലേഷൻ ഇല്ലാത്ത കാരണം സൈഡിൽ നിന്നൊരു എന്തെങ്കിലും ഒരു രണ്ട് ചെറിയൊരു ഗ്ലാസ് രീതിയിൽ മതിയോ? വെന്റിലേഷൻ. ഗ്ലാസ് ആയാലും മതി. ഗ്ലാസ് ഓർ മറ്റേ ജാളി വർക്ക് പോലെ എന്തെങ്കിലും ആ കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് ജാളി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുവാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഗ്ലാസ് വെച്ച് അങ്ങനെ ചെയ്യാറുണ്ട് ചിലവർ. അതായത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേറൂലേ, ഗ്ലാസ് അല്ലെങ്കിൽ അതാണ്. എന്തെങ്കിലും ഫൈബർ വെച്ചാണെങ്കിലും ബാക്കിൽ നിന്ന് ക്ലോസ് ചെയ്ത് കളയും. അതാണ്. എന്നാലും നമുക്കൊരു ലൈറ്റ് എൻ്റർ ചെയ്യാനുള്ള പാകത്തിനെ. ലൈറ്റിന് മാത്രമാണോ അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ ആണോ? എയർ സർക്കുലേഷൻ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം വേണം. അതാണ്. അല്ലാണ്ട് ഫുൾ ടൈം നമുക്ക് ഓപ്പൺ ചെയ്തിടാനുള്ള പ്രൊവിഷൻ ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു 2 റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ആ ഇതേപോലുള്ള ഒരു ചെറിയൊരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാം. അങ്ങനെ ആയാലും മതി. അങ്ങനെ കൊടുക്കാം. പിന്നെ ഈ മിറർ റൗണ്ട് അല്ലാത്ത ഏതെങ്കിലും ഒരു സ്റ്റൈലും കൂടെ ഒന്ന് നോക്കണേ. ഓക്കെ, റൗണ്ട് അല്ലാത്ത ഉം. സ്ക്വയറോ റെക്റ്റാങ്കിൾ, അങ്ങനെ റെക്റ്റാങ്കുലർ ഷേപ്പോ അല്ലെങ്കിൽ അല്ലാണ്ടുള്ള ഷേപ്പാണോ എന്തേലും ഉദ്ദേശിക്കുന്നത്? ഒരു സിമെട്രിക് ഷേപ്സ് എന്തെങ്കിലും. അസിമെട്രിക്കോ? ആ അസിമെട്രിക് എന്നല്ലേ പറഞ്ഞ, സിമെട്രിക് എന്നല്ലല്ലോ. അതെ 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 ഓക്കെ അതെ അതെ അസിമെട്രിക് ഷേപ്സ് എന്തെങ്കിലും. ഓക്കെ. അതേപോലെ ഈ ഇതില്ലേ, വാഷിന്റെ ആ കൗണ്ടർ കൊടുത്തിട്ടില്ലേ, ആ അത് അങ്ങ് മുട്ടിച്ചങ്ങ് കൊടുക്കാൻ പറ്റില്ലേ? ഇങ്ങനെ ചെറിയൊരു ഇതല്ലാതെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ. ഫുള്ളായിട്ടുള്ളതോ? ഫുൾ കവർ ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ഇടയിലേക്ക് സ്പേസ് വേണ്ട. അപ്പൊ നമുക്ക് ടാപ്പ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ടാപ്പ് ഓക്കെ അങ്ങനെ തന്നെ. ഈ ഇവിടെ ഇവിടെ ഇതിപ്പോ ഒരു ബോക്സ് പോലെ അടിച്ചല്ലേ കൊടുത്തേക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ ആ മൊത്തം ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന മാതിരി. ഇങ്ങനെയുള്ളതാണോ വെക്കുന്നത് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് ആണോ വെക്കുന്നത്? അയ്യോ, ഇതെന്തെന്നാ, ഇത് ഏത് പാറ്റേണിലാ ഇത് വെച്ചേക്കണേ? നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന നമ്മള് ആഹാ സാധാരണ ചെയ്യണതില്ലേ അങ്ങനത്തെ, അല്ലാണ്ട് ആ ഇപ്പൊ മുകളിലായിട്ടും ചെയ്യല്ലോ, സ്ലാബിന്റെ മുകളിൽ വെക്കണതുണ്ടല്ലോ, അങ്ങനത്തെ വേണോ? ആ, അയ്യോ, അത് ഫിക്സ് ചെയ്തിട്ടില്ല. കൗണ്ടർ ടോപ്പ് കൊടുത്ത് നോക്ക്, ഇങ്ങനത്തെ അല്ലാത്ത. ഓക്കെ ഓക്കെ, എനിക്കിപ്പോ അങ്ങനത്തെ മോഡല് നോക്കാം. ആ എന്നിട്ട് അതൊന്ന് ഫുൾ ലെങ്തില് ആ വിഡ്ത്ത് മുഴുവൻ കവർ ചെയ്യുന്ന മാതിരി, ആ ബോക്സ് ആയിട്ട് ഇരിക്കാണ്ട് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്നു. ബോക്സ് ആയിട്ട് അതായത് അതായത് ഈ കബേർഡ്സ് വന്നിട്ടില്ലേ താഴെ, ഓ കബേർഡ്സ്, ഓക്കെ. ആ
അത് ഫുൾ ആ മതിലില് 2 സൈഡിലെയും മതിലിലോട്ട് അടുക്കുന്ന അറ്റത്തേക്ക്. രീതിയിൽ ആ അതെ ആ അതെ അറ്റത്തോട്ട് ഓക്കെ, ഇങ്ങനെ ആ കൊടുക്കണം 2 എന്നല്ലേ? സൈഡ് അതന്നെ. ആ അല്ല, വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്പേസ് കൊടുത്താൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് സ്പേസ് ഇങ്ങനെ ഇട്ടുന്നുള്ളൂ. അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അവിടെ ചുമ്മാ ഈ ചെറിയ സ്പേസ് വരുമ്പോഴേ അവിടെ ആ ഫുൾ ആ അൺടൈഡി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നീളത്തിൽ കൊടുക്കാം. ആ സ്റ്റെയറിന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ സീറ്റിംഗ് സ്പേസ് ഇതുപോലുള്ള ഒരെണ്ണം കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെ വേണം? നമുക്ക് ഇത് പ്ലാനിൽ കൊടുത്തേക്കുന്ന സ്റ്റെയർസ് ആക്ച്വലി ഇങ്ങനെ വരുന്നുണ്ട്. ആ ആ അങ്ങനെയാണോ ചെയ്തേക്കുന്നത്? അങ്ങനെ ചെയ്യാനാണ് പുള്ളി പ്ലാൻ ചെയ്തത്. അല്ല, എനിക്കൊരു ഇപ്പൊ ബിൽഡിംഗ് സ്ട്രക്ചർ കഴിഞ്ഞില്ലേ, വീട് പണി ഇതൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷേ അത് മറ്റേ ഇന്റീരിയറിന്റെ കൂട്ടത്തിൽ ചെയ്യാമെന്നുള്ളതായിരുന്നു പ്ലാനിങ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോ ആണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഹൈറ്റിൽ എങ്ങനെയാണ്, ലൈക്ക് ഇതേപോലെ കൊടുക്കാനായിട്ടാണ്. അപ്പൊ നമുക്കിവിടെ സീറ്റിംഗ് സ്പേസ് അങ്ങനെ ഉണ്ടാവത്തില്ല, അല്ലാണ്ട് ഇൻബിൽട്ട് ആയിട്ടുള്ള സീറ്റിംഗ് സ്പേസ് ആയിരിക്കും വരുന്നത്. കോൺക്രീറ്റിൽ തന്നെ ചെയ്തുകൊണ്ട് അതിന്റെ മുകളിൽ നമ്മൾ ചെയ്യത്തില്ലേ ഓക്കെ ഓക്കെ. സീറ്റിംഗ്, അല്ലാണ്ട് കുഷൻ കൊടുത്തിട്ട് ആ അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഉം, നമുക്ക് ഇതേപോലെ കൊടുക്കാനായിട്ടാണെങ്കിൽ ഇവിടെ ആ സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഓക്കെ. ഇതിങ്ങ് കേറി വരുമല്ലോ. ഇങ്ങനെ ഇതിപ്പോ ഒരു ബെഞ്ച് ഇട്ടേക്കണ ഒരു ആ സ്റ്റൈലല്ലേ ഇതൊരു ചെയ്തേക്കുന്നത്? അതിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കോൺക്രീറ്റിന്റെ തന്നെ അങ്ങനെ മതിയോ? കോൺക്രീറ്റിന് ചെയ്യാൻ വഴിയില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു പ്ലെയിൻ ആയിട്ട് കിടന്നോട്ടെ. ഓക്കെ. ആ, ഇവിടെ അപ്പോൾ ഇങ്ങനെ സീറ്റിംഗ് സ്പേസ് അപ്പോൾ വേണ്ട അല്ലേ? വേണ്ട വേണ്ട. ഓക്കെ. ഇവിടുത്തെ വോളിലാണ് നമ്മൾ പാനലിങ് പറഞ്ഞേക്കുന്നത് കേട്ടോ, ഈ ആ ഭാഗത്തിൽ. ആ ആ ഓക്കെ. വെയിറ്റ്. അച്ഛനെ പോലെ പഠിച്ചിട്ടാണ് ഞാൻ.